പ്രവാചകന്റെ സ്വയിഷ്ടപ്രകാരം പ്രവാചകൻ ഒരു വാക്കുകളും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ഗഹനലോകത്ത് നിന്ന് ദിവ്യ സന്ദേശത്തിന്റെ വെളിപാടുമായി മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമു വസ്സലാം ഭൂമിലോകത്തേക്ക് വന്നുകൊണ്ട് മാധനായ പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂലിന്റേതായ ആ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഹൃദയത്തിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊഴിഞ്ഞത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനം വീക്ഷിച്ചത്. ഇതാണ് ഹദീസ്. പ്രവാചകന്റെ വാക്കുകളല്ല. പ്രവാചകൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മാ യന്തിഖു അനിൽ ഹവാ എന്നാൽ അതിന്റെ അർത്ഥം സ്വന്തമായിട്ട് ഒരു വാക്ക് പോലും പ്രവാചകൻ ഉച്ചരിച്ചിട്ടില്ല എന്ന. അങ്ങനെയുള്ള ആരംഭപ്പൂവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. മാനകസ മാലും മിൻ സദഖ. ധർമ്മം ചെയ്യുന്നതായ ഒരു സമ്പത്തിലും ഒരു ചുരുക്കവും വരികയില്ല. ഇത് പറഞ്ഞത് പ്രവാചകന്റേതായ വഴിമുത്താണ്. ഈ ഹദീസ് പറയുമ്പോ പ്രവാചകൻ വല്ലാത്തൊരു വ്യതിരിക്തമായ ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? വല്ലദീ നഫ്സി ബിയദിഹി ഇൻ കുന്തു ഖാലിഫ. ഈ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം സ്വലാത്ത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലണേ. ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പിശുക്കനെ കുറിച്ച് മഹാനായ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഒരു സദസ്സിൽ എന്റെ പേര് കേൾക്കുമ്പോ അനങ്ങാതെ മിണ്ടാപ്പാറയെ പോലെ ഇരിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, ഞാൻ സത്യം ചെയ്തു പറയുന്നു, വല്ലാഹി ലാ യൻഖുസു മാലും മിൻ സദഖ. ധർമ്മം ചെയ്യുന്നതായ ഒരു സമ്പത്തും കുറയുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ചുരുങ്ങുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്തിൽ ധർമ്മം ചെയ്യുന്നതായ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന, ചുരുങ്ങൂല എന്ന് മാത്രമല്ല അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറയുന്നു. ഏത് ധർമ്മത്തിൽ ഇതുപോലുള്ളതായ യുവാക്കൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സാമൂഹിക നന്മയിൽ, ഈ സാമൂഹികമായിട്ടുള്ള ഫണ്ട് ശേഖരണത്തിൽ, ഈ സാമൂഹികമായ ഒരു കുട്ടിയെ കെട്ടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചാൽ, നിങ്ങൾക്കുള്ള അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ, പ്രവാചകൻ പറയുന്നു സമ്പത്ത് ചുരുങ്ങൂല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ തൊഴിലിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ചിന്തയിലും എന്നല്ല, നിങ്ങൾ ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളുണ്ടോ അവിടെയെല്ലാം അള്ളാന്റെ ബർക്കത്തുണ്ടാകുമെന്ന് മഹാനായ അസ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞതാ. ചുരുങ്ങൂല എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും ചുരുങ്ങുമൊന്നുമല്ല. ആർക്കെങ്കിലും ചുരുങ്ങും എന്നുള്ള അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? ധർമ്മം കൊടുത്താൽ ചുരുങ്ങുമെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ധർമ്മം കൊടുത്താൽ എല്ലാവരുടെ സമ്പത്തും ചുരുങ്ങൂല എന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. നീ അഭിപ്രായം മാറ്റരുത്, പിന്നെ മാറ്റരുത്. ആർക്കും അഭിപ്രായമില്ല. രസീത് ഉണ്ടോ? ഉണ്ട്. രസീതുമായി നിങ്ങളുടെ മുന്നിൽ വരിക. അപ്പൊ സമ്പത്ത് ധർമ്മം കൊടുത്താൽ ചുരുങ്ങൂല എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുള്ളത്. ഇത് പ്രവാചകന്റെ അധ്യാപനമാണ്. അങ്ങനെ തന്നെയാണ് ചിന്തയുണ്ടാകേണ്ടത്. അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ. നിങ്ങളുടെ നിയ്യത്തിന് അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്മാരെ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നിങ്ങൾക്ക് സമ്പത്തിലും നിങ്ങൾ നേരിടുന്നതായ എല്ലാ കാര്യങ്ങളിലും ഇതുമായി സഹകരിക്കുന്ന ആരുണ്ടോ അവർക്കെല്ലാവർക്കും എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും ബർക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഫതഹ റജുലുൻ ബാബുൻ അത്തിയ, സാമൂഹികപരമായ ഇങ്ങനെ ഒരു പിരിവ്, ഇങ്ങനെ ഒരു സാമൂഹികപരമായ നന്മയ്ക്ക് വേണ്ടി ഫണ്ടശേഖരണം നടത്തുമ്പോ അല്ലാഹുവിന്റെ തൃപ്തിയെ ഒന്ന് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആര് ധർമ്മം ചെയ്യുന്നുവോ ഇല്ലാ അവരുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകും, അവരുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അറിയാതെ ഗൈബിയായ സഹായം കൊണ്ട് തരും, അദൃശ്യമായ സഹായം നിങ്ങൾ പോലും അറിയാതെ. ഇതെങ്ങനെയാണ് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ കിട്ടിയതെന്നറിയാതെ ചിന്തിച്ചു പോകുന്ന നിമിഷം നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നു. ഒരു മഹാനായ മനുഷ്യൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ അല്ലാഹുവേ ഒരു മാനുഷിക മുഅ്ജിസത്ത് നടക്കുകയാ, ഒരു കറാമത്ത് നടക്കുകയാ. മഹാന്മാരിൽ നിന്നും ഉണ്ടാകുന്നതായ മാനുഷികമായ കാര്യങ്ങളാണല്ലോ കറാമത്ത്. ആ കറാമത്ത് നടക്കുകയാണ്. ഒരു മേഘമതാ മേഘപ്പാളികളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്നിട്ട് അതിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. ഇസ്കി ഖദീഖത്ത ഫുലാൻ, ഇന്ന വ്യക്തിയുടെ തോട്ടം നനച്ചു കൊടുക്കുമോ എന്നൊരു അശരീരി ശബ്ദം കേൾക്കുകയാണ് ആ മേഘത്തിൽ നിന്നും. അല്ലാഹുവേ, ഒരൽപ്പം കഴിഞ്ഞപ്പോ കോരിച്ചൊരിയുന്ന മഴയാ. ആ മഴയിൽ നിന്നും ഉദിച്ചുയർന്നു വീണതായ വെള്ളങ്ങൾ ഒരു പ്രത്യേക ചാലിട്ട് കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാലിട്ട് നീങ്ങുകയാണ്. ആ മഹാനായ മനുഷ്യര് ആ ചാലിട്ട് പോകുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. എവിടേക്കാണ് ഈ വെള്ളം പോകുന്നതെന്നറിയാൻ ആ മഹാനായ വ്യക്തി അതാ ആ വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് പോകുമ്പോ അതൊരു തോട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിമനോഹരമായ ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു തോട്ടത്തിലേക്ക് അത് ചെന്ന് നിൽക്കുകയാണ്. മഹാനവറുകൾ അവിടേക്ക് ചെല്ലുമ്പോ ആ തോട്ടത്തിൽ ഒരു തോട്ടക്കാരനുണ്ട്. മഹാനവറുകൾ ചോദിച്ചു, നിന്റെ പേര് ഇന്നതല്ലേ നിന്റെ പേരെന്ന് ചോദിക്കുമ്പോ ആ തോട്ടക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾ എന്റെ പേരെങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പോ ആ മഹാൻ പറയുന്നു, ഞാനിങ്ങനെ ഒരു സ്ഥലത്തുകൂടി നടന്നു വരുമ്പോ ഒരു മേഘം എന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇസ്കി ഖദീഖത്ത ഫുലാൻ, ഇന്ന വ്യക്തിയുടെ തോട്ടം ഒന്ന് നനച്ചു കൊടുക്കുമോ എന്നുള്ള അശരീരി ശബ്ദം കേട്ടുകൊണ്ട് ഒരു മേഘം എന്നിലേക്ക് ഇറങ്ങി വന്നു. അടുത്ത നിമിഷം മഴ പെയ്തു. അതിന്റെ വെള്ളം അതാ നിങ്ങളുടെ തോട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനെന്ത് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത്ര അദൃശ്യമായ സഹായം റബ്ബ് തആല നിങ്ങൾക്ക് നേരിട്ട് നൽകുന്നതിന് പകരമായി എന്ത് നന്മയാ നിങ്ങൾ ചെയ്യുന്നതെന്ന് മഹാനായ ആ മനുഷ്യ ചോദിക്കുമ്പോ ആ തോട്ടക്കാരൻ പറയുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ തോട്ടത്തിൽ നിന്നും കിട്ടുന്നതായ വരുമാനത്തെ ഞാൻ മൂന്നോഹരിയാക്കുകയാണ്. അതിലോഹരി ഓരോഹരി എന്റെ മാതാപിതാക്കൾക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ സന്താനങ്ങൾക്കുമുള്ള ചെലവിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമത്തതായ വിഹിതം എന്റെ നാട്ടിലുള്ളതായ പാവങ്ങളായ ആൾക്കാര്, അല്ലാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പൈസ ഇല്ലാത്തതിന്റെ മേൽ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് വിവാഹം എന്ന് പറയുന്ന വല്ലാത്തൊരു സ്വപ്നം, അതിന്റെ നൂറും നീറും അതിന്റെ ഒരുപാട് മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കാശില്ലാത്തതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് കെട്ടിച്ചേക്കാൻ ഒരു തരി പൊന്ന് മേടിക്കാൻ കാശില്ലാത്തതിന്റെ പേരില് അല്ലാഹുവേ പ്രായം എത്തിയിട്ടും എനിക്ക് വീട്ടിലിരിക്കേണ്ടി വരുന്നല്ലോ എന്ന് വല്ലാത്ത വിഷമിച്ച് കഴിയുന്ന എത്രയോ പെൺമക്കള്, എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. മോമിനെ, അല്ലാഹുവേ, രോഗം വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന, അല്ലാഹുവേ, വല്ലാതെ വേദന സഹിക്കുന്ന, അല്ലാഹുവേ, അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാനുള്ള കാശില്ലാത്തതിന്റെ പേരിൽ വല്ലാതെ